ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ വയ്ക്കുന്ന ഒരു സ്പെഷ്യൽ കറിയാണ്. ഇപ്പം ഞാൻ അങ്ങനെ എവിടെയും കാണാറില്ല. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ഈ കറി മുരിങ്ങയ്ക്കായും ഉണക്കക്കൊഞ്ചും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് വെക്കുന്ന ഒരു കറിയാണേ. ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ പണ്ട് കൂട്ടിയിട്ടുള്ള അതേ ടേസ്റ്റിലാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ കറി വയ്ക്കുന്നത്. ഉണക്കക്കൊഞ്ച് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് കൊണ്ട് അത് നല്ല കഴുകി ഒന്ന് വറുത്തിട്ടാണ് കറിയിലിടുന്നത്. ഈ കൊഞ്ച് ഒരുമാതിരി ചൂടായിട്ടുണ്ട്. എന്നിട്ട് ഈ പൊടിയൊന്നും നമ്മൾ കറിക്കകത്തിടത്തില്ല, ആ കൊഞ്ച് മാത്രമാണ് കറിക്കകത്തിടുന്നത്. ഈ കറിക്ക് മസാലയ്ക്ക് വേണ്ടി കുറച്ച് തേങ്ങായും അതിൻ്റെ കൂടെ 1 സ്പൂണ് മല്ലിപ്പൊടിയും 1.5 സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ല വറുത്തെടുക്കും. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളിയും കരിയാപ്പിലയും കൂടെ ഇടണം. ചെറിയ ഉള്ളി ഇട്ട് തേങ്ങയുടെ കൂടെ ഇട്ട് വറക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ തേങ്ങ വറുത്തതിൻ്റെ കൂടെ തന്നെ ഞാൻ കൊഞ്ചും കൂടി ഇടും. അപ്പം തേങ്ങ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കൊഞ്ചും കൂടെ ഇട്ട് അരയ്ക്കുന്നത്. കൊഞ്ച് കൂടുതൽ എടുക്കരുത്, നമ്മൾ ആവശ്യത്തിന്, നമ്മൾ മുരിങ്ങയ്ക്ക എത്ര എടുക്കുന്നു അതിന് ആവശ്യത്തിനനുസരിച്ച് കൊഞ്ചെടുക്കാവും. അതിൻ്റെ കൂടെ തന്നെ പുളിയും കൂടി ഇട്ട് കൊടുക്കും. പുളിയാണെന്നുണ്ടെങ്കിൽ നല്ല കഴുകിയിട്ടാണ് നമ്മൾ മിക്സിയിൽ അരയ്ക്കാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഇട്ട് ഈ മുരിങ്ങയ്ക്കായും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ നല്ല വഴട്ടിയെടുക്കും. ആവശ്യത്തിനുള്ള കരിയാപ്പിലയും കൂടെ നമുക്കിട്ട് കൊടുക്കണം. ഈ മുരിങ്ങയ്ക്കായും ചെറിയ ഉള്ളിയും കൂടെ വേവിക്കത്തില്ല, ഈ എണ്ണയ്ക്കകത്തിട്ട് വഴട്ടിയാണ് എടുക്കുന്നത്. ഒരു 10 മിനിറ്റോളം ഈ എണ്ണയ്ക്കകത്തിട്ട് വഴട്ടിയെടുക്കും. അപ്പോൾ മുരിങ്ങയ്ക്കായും ചെറിയ ഉള്ളിയെല്ലാം ഒരുമാതിരി വെന്ത് കാണും. എന്നിട്ട് വേണം നമുക്ക് ഈ അരപ്പൊഴിച്ച് കൊടുക്കാൻ. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടെ ആവശ്യത്തിനിട്ട് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു തിള വരുമ്പം മീഡിയം ഫ്ലെയിമിൽ വെക്കണം. ചോറിന് ഈ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കഴിക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു പകുതിയും കൂടെ നമ്മൾ ചോറ് കഴിക്കും. അത്ര ടേസ്റ്റാണ് ഇതിന്, ഈ കറിക്ക്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ച് കൊടുക്കണം. നമ്മൾ ആദ്യം തന്നെ കടുകിട്ട് ഒന്ന് വഴട്ടാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതനുസരിച്ച് വേണം എണ്ണ ഇവിടെ നമുക്ക് എടുക്കാൻ. അപ്പം ഞാനിവിടെ ചെറിയ ഉള്ളി, കുറച്ച് കടുകും കരിയാപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടെ മൂപ്പിച്ച് ഞാൻ കറിക്കകത്ത് ഒഴിച്ച് കൊടുത്തു. അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മളുടെ കറി ഇവിടെ എണ്ണയെല്ലാം തെളിഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.